ഞാനൊരു കാര്യം പറയാം. ടോണി ടെൽ പ്ലീസ്. ഞാൻ ഈ മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നില്ല. ഞാൻ പോവുകയാണ് എന്റെ ഹൗസിലേക്ക്. ടോണി ഇത് എന്താ പറയുന്നത് ടോണി? എനിക്ക് പോയാൽ പറ്റുള്ളൂ. ടോണി പോകരുത്. ഞാൻ പറയുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഒരേ ഒരു ഐ വിൽ നോ. Don't talk. Tell talk now. You. Stella, shut up. As a petite Christian friend. Now you can the world. Cool, Stella. Cool. Cool, Stella. Cool. Cool. Come on, baby. Aspan mi kalast. Gad. Tipika. As me gods with the contest. Sorry, Sebastian. Now you repeat it in the cream of the flackers. Cool, Stella. Cool. Come on, baby. Come on. എന്റെ അപ്പൂപ്പൻ ഭയങ്കര ഉശുരുള്ള ആളായിരുന്നു. കടലിൽ മീൻ പിടിക്കാൻ വന്ന ആളായിരുന്നു എന്റെ അപ്പൂപ്പൻ. പിന്നെ ആടക്കടലിലൊക്കെ മുങ്ങി അപ്പൂപ്പൻ മീനൊക്കെ ഭാര്യ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അപ്പൂപ്പനെ ആടക്കടലിൽ ചെന്ന് മുങ്ങി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ചിപ്പി ഇരിക്കുന്നത് കാണുന്നത്. അവിടുന്ന് പൊങ്കാല ഇടുമായിരുന്നു. ചിപ്പിയുടെ കാര്യമല്ല പറഞ്ഞത്. ഈ ചിപ്പി പവിഴവും മുത്തും എല്ലാം കൂടെ അപ്പൂപ്പൻ കണ്ട അവിടെ കോടിക്കണക്കിന് പൈസ കിട്ടും കേട്ടോ വിറ്റാല്. പിന്നെ കിട്ടും. അപ്പൂപ്പനെ അറിയാം. അപ്പൂപ്പൻ ഈ ചിപ്പിയും പവിഴവും മുത്തും എല്ലാം കൂടെ വാരി കൊണ്ടുവന്ന് ഞങ്ങളുടെ അമ്മൂമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞത് കഴുകി വെക്കട്ടെ, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന്. അപ്പൂപ്പൻ കുളിച്ചിട്ട് വന്നപ്പോ എന്തോ കാണുന്നേ, ഈ ചിപ്പിയും പവിഴവും എല്ലാം കൂടെ പീര വെച്ചിട്ട് അപ്പൂപ്പ കപ്പയെ പുഴുങ്ങി വെച്ചേക്കുവാ. അപ്പൂപ്പൻ ഒന്നും പറഞ്ഞില്ലേ നിങ്ങളുടെ അപ്പൂപ്പൻ? പറഞ്ഞു ഇതിന് കോമ്പിനേഷൻ അടിച്ചിട്ട് കടുങ്കാപ്പിയോട് അടിച്ച് വെക്കാനെന്ന്. അന്ന് ഞങ്ങളുടെ അമ്മൂമ്മ ആ പോഴത്തരം കാണിച്ചില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഏത് ലെവലിൽ ജീവിക്കേണ്ട പിള്ളേർ ഇവിടെ ഒന്നും സ്കിറ്റ് കളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഈ കാര്യമൊന്നും ഇല്ലായിരുന്നു നമുക്ക്. അമ്മൂസും പ്രകാശനും കൂടെ ഭയങ്കര വഴക്കം, മുട്ടം വഴക്കം. അന്നിങ്ങനെ നോക്കട്ടെ, ഞാൻ കാര്യമൊന്നുമില്ല കേട്ടോ. അന്നെന്തോ ഇങ്ങനെ എന്നെ ഒരു അർത്ഥം വെച്ചൊരു നോട്ടം എന്നാ 6 മണിയാകുമ്പോ ബേക്കറി പൂട്ടത്തില്ലയോ? അവിടെ 6:10 ഇവിടെ വരും. എന്തോ എളുപ്പമല്ലേ വീട്ടിൽ വരുമല്ലോ. 6 മണിയാകുമ്പോ 6:10 വീട്ടിൽ വരുന്നു. അത് എന്തുവാ അവിടുത്തെ ആ ചെറുക്കം കൊണ്ടുവിടുവാന്ന് നമ്മുടെ വീടിന്റെ വാതിക്കല് ബൈക്കില്. അതിനെന്തോടി അവിടുത്തെ ചെറുക്കം കൊണ്ടുവിടുന്ന സഹായിക്കുന്നതായിരിക്കും ബേക്കറിലെ ചെറുക്കം കൊണ്ടുവിടും. ഒരു തെറ്റുമില്ല. അതെന്തിനാ നമ്മുടെ വാതിക്ക കൊണ്ടുവന്ന് വിടുന്നത്? അവരെ വാതിക്ക കൊണ്ടുവരുന്നത് തിരിക്കാൻ സ്ഥലമില്ല. അവർ അമ്മായിമ്മയും പ്രകാശനും കാണുമെന്നുള്ള അപ്പൊ അതിനകത്തൊരു കള്ള വലിയവണ്ണ അതുണ്ട് അണ്ണ. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പ്രകാശനോട് പറഞ്ഞേടാ എനിക്ക് ഇതൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യം. ആ ചെറുക്കൻ ആ പെണ്ണിനെ നമ്മുടെ ഗേറ്റിൽ അവിടെ കൊണ്ടുവിടുന്നതിന് നിനക്കെന്താ വേദന? അണ്ണ എത്ര നേരം എന്ന് പറഞ്ഞോണ്ടാണ് അവള് വരുന്നത് നോക്കി അവൻ തിരിച്ചു പോകുന്നത് നോക്കി ഞാൻ ആ മുള്ളിന്റെ ഇടയിൽ ഇരിക്കുന്നത്. എന്റെ മോളെ ഒന്നും കേൾക്കുന്നില്ല. അത് റേഞ്ച് ഇല്ലാത്തോണ്ട് എന്തോ ഞാൻ വിളിച്ചത്. മോളെ വീഡിയോ കോൾ ഒന്ന് വിളിച്ചാൽ ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണറി. പിന്നെ ഇനി 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അടുത്തോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫോണ് റേഡിയോ സ്റ്റേഷനാ. ഉണ്ടോ? റേഡിയേഷൻ അന്ന്. അപ്പൊ നീ വരുമ്പോ കണ്ടോളാം. അതാ അല്ല ഞാൻ അരുണേട്ടനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇരിക്കുവായിരുന്നു. ഈ പ്രസവ സമയത്ത് ബ്ലഡ് ആവശ്യം വന്നപ്പോ എന്തോ നിങ്ങളുടെ പെങ്ങളുടെ ബ്ലഡ് എന്റെ ശരീരത്തോട്ട് കുത്തിവെച്ചത് എനിക്കത് ഇഷ്ടപ്പെട്ടതേ. അർജന്റ് ആയിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോ അവിടെ ഗ്രൂപ്പും നിന്റെ ഗ്രൂപ്പും സെയിം ആണ്. അന്നേരം വെച്ചല്ലേ അത്? അയ്യോ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ചേർന്നോണ്ടല്ലോ. അവളെന്നോട് സ്നേഹം കൊണ്ടൊന്നും ചെയ്തൊന്നും അല്ല. അവൾക്ക് ഫ്രൂട്ട് കിട്ടും. അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത. ഞാൻ വീട്ടിലോട്ട് പറഞ്ഞെ ഞാൻ ഈ ബ്ലഡ് ഞാൻ അവളുടെ അടുത്ത് തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ മിണ്ടത്തുള്ളൂ. എനിക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് എന്റെ കൈയും കാലും വിറയ്ക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നീ എന്തിനാണ് എന്നോട് ചൂടാവുന്നത്? ഞാനാണോ നിങ്ങളോട് ചൂടാവുന്നത്? നിങ്ങളുടെ പെങ്ങളാണ് നിങ്ങളോട് ചൂടാവുന്നത്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കേട്ടോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. നിങ്ങളുടെ പെങ്ങളുടെ ബ്ലഡ് തന്നെയോ എന്റെ ശരീരത്തിൽ കിടന്ന് തിളയ്ക്കുന്നത്. അപ്പൊ ചൂടാകും ഞാൻ. നിങ്ങളെന്നെ കല്യാണം കഴിക്കത്തില്ലേ? എന്നെ നിങ്ങളെ കല്യാണം കഴിക്കും ഇല്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്തിനാ ഇവിടെ കിടന്നിട്ട് ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ അവളുടെ കഴുത്തിൽ നിങ്ങൾ താലി കെട്ടുമ്പോ അതേസമയം എന്റെ മാമന്റെ മകൻ സുനിൽ തടിമില്ലി നടത്തുന്ന സുനിൽ എന്റെ കഴുത്തിൽ വരുന്ന മാല്യം ചാർത്തും. അവൻ മിടുക്കനാ. സുനിൽ മിടുക്കനാ. എന്നെക്കാലം കൂടുതലായിട്ട് അവൻ എന്തുണ്ടടി? മണി പോലെ പൈസ